നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ജൂൺ മാസം 9-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസം. 9 നക്ഷത്രക്കാർക്ക് വളരെ വലിയ മാറ്റം തുടങ്ങുകയാണ്, സാമ്പത്തിക മാറ്റം. ഒന്നിലധികം ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ സംക്രമിക്കുന്നതിന് ഫലമായി ഉണ്ടാകുന്ന രാജയോഗം, അതും മഹാലക്ഷ്മി രാജയോഗം നാളെ രൂപം കൊള്ളുന്നു. ഇതിൻ്റെ ഫലമായി 9 നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക മാറ്റം സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: മഹാലക്ഷ്മി സ്തോത്രങ്ങൾ ജപിക്കുക, മഹാലക്ഷ്മി ദേവിയെ മനസ്സിലെങ്കിലും സ്മരിക്കുക. വിളക്ക് കത്തിക്കുന്ന വേളയിൽ, സന്ധ്യാവന്ദന വേളയിലൊക്കെ മഹാലക്ഷ്മി നാമജപങ്ങൾ നടത്തുക. ലക്ഷ്മി ദേവിയെ മനസ്സിലൊന്ന് സ്മരിച്ചാൽ മതി. എല്ലാവിധ ദുഃഖങ്ങളും മാറ്റിത്തരണേ, ദുരിതങ്ങളും മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുക. കൂടാതെ നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമസ്തുതേ. മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക. എത്ര തവണ പറ്റുമോ അത്രത്തോളം തവണ ജപിക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് ആ ഒരു സാമ്പത്തിക മാന്ദ്യത അല്ലെങ്കിൽ സമ്പത്തിൻ്റെതായ നിലനിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും മാറാൻ മഹാലക്ഷ്മി ദേവി തന്നെ കാരണമാകുന്നതാണ്. ഇവിടെ ഭാഗ്യദായകമായ ഒരു സമയം നാളെ മുതൽ 9 നക്ഷത്രക്കാർക്ക് തുടങ്ങുകയാണ്. എങ്ങനെയായാലും സമ്പത്തിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികൾക്ക് അല്പസ്വല്പം മാറ്റം വരാൻ പോവുകയാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്ന അവസ്ഥ മാറാൻ പോവുകയാണ്. ലോട്ടറി പോലുള്ള കാര്യങ്ങൾ ഒരുപാട് നാളായി എടുക്കുന്നുണ്ട്, ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്, അതിൽ നിന്നൊന്നും നേട്ടമുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞവർക്ക് പോലും ചെറിയ ഒരു സന്തോഷിക്കാനുള്ള വകയൊക്കെ ഇവിടെ വന്നു ചേരുന്നതാണ്. നാളെ ജൂൺ മാസം 9-ാം തീയതി തിങ്കളാഴ്ചയാണ്. അടുത്ത ശിവക്ഷേത്രമുണ്ടെങ്കിൽ ശിവക്ഷേത്ര ദർശനം കൂടി നടത്തുന്നത് ഏറ്റവും ശുഭകരമായിരിക്കും. എല്ലാവിധ പ്രതിസന്ധികളും മാറാൻ ഭഗവാൻ മഹാദേവൻ കൂടി കനിയുന്നതാണ്. ഒരു ജലധാരയൊക്കെ വഴിപാട് നടത്തി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായ ദിവസം. അതുകൊണ്ട് തന്നെ അടുത്ത ശിവക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തുന്നതും മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ സ്മരിക്കുന്നതും പാർവതി മാതാവിനെയും ദർശിച്ച് വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. എല്ലാവിധ തടസ്സങ്ങളും, തൊഴിൽ തടസ്സം, വിദ്യാ തടസ്സം, ജീവിതത്തിലുള്ള എല്ലാ മേഖലകളിലുമുള്ള തടസ്സം മാറുന്നതിനും ഇത്രയൊക്കെ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഫലവത്തായി മാറുന്നത്. അപ്പോൾ 9 നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗം നാളെ ജൂൺ 9-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. അതിൻ്റെതായ ഭാഗ്യവശങ്ങൾ ഏതൊക്കെയാണ്, ഏതെല്ലാം തരത്തിലാണ് നേട്ടങ്ങൾ കനിയുന്നത് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 9 നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടവുമായിട്ടാണ് നാളത്തെ പുലരി വരുന്നത്. വസ്തുസംബന്ധമായിട്ടൊക്കെ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങൾക്കും മാറ്റമുണ്ടാകുന്നതാണ്. ചില വസ്തുക്കൾ വിൽക്കാതെ ഒരുപാട് നാളായി ബുദ്ധിമുട്ടിലൊക്കെ കിടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് വസ്തു വാങ്ങണമെന്ന ആഗ്രഹവുമായിട്ട് നിൽക്കുന്നവരാണെങ്കിലും ഇതിനൊക്കെയും അനുകൂല സമയം തുടങ്ങുന്നതാണ്. വാഹനം മാറ്റിവാങ്ങാനും പുതിയ ഗൃഹോപകരണങ്ങൾ അല്ലെങ്കിൽ ഗൃഹത്തിന് മൂടി പിടിപ്പിക്കുന്ന പല കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ള ഭാഗ്യവും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്നുണ്ട്. പുതിയ പല വരുമാന മാർഗങ്ങളും മുന്നിലേക്ക് എത്തിച്ചേരുന്നതാണ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിലും ഉത്തമമായ ജോലി ലബ്ധി, കൂടാതെ ജോലിയിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അതൊക്കെയും മാറുന്ന സമയം കൂടിയാണ്. പ്രതിസന്ധികളൊക്കെ മാറി നിങ്ങളുടെ പാത നിങ്ങൾക്ക് തെളിവായി കിട്ടുന്ന സമയം കൂടി നാളെ മുതൽ തുടങ്ങുന്നു മഹാലക്ഷ്മി ദേവിയുടെ കൃപ കൊണ്ട്. അതുകൊണ്ട് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, സ്തോത്രങ്ങൾ ചൊല്ലുക, സ്തുതിക്കുന്ന വഴി നിങ്ങളിലേക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ, ധനധാന്യ സമൃദ്ധി ദേവി തന്നെ ചൊരിയുന്നത്. ആസ്തി വർദ്ധിക്കുന്ന സമയമാണ്, നേട്ടങ്ങൾ ധാരാളമായി എത്തുന്ന സമയമാണ്. ഒന്നുമില്ല എന്ന അവസ്ഥ, വട്ടപൂജ്യം എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ചെറിയ തോതിലേക്കുള്ള മാറ്റങ്ങൾ തുടങ്ങുന്നതാണ്. മഹാലക്ഷ്മി രാജയോഗം നിമിത്തം ജീവിതത്തിൽ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ചില ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും തടസ്സപ്പെട്ടു പോയിട്ടുണ്ടാകും. അത് സ്വത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങളാണ്. അത് കിട്ടാനുള്ള പാത ശരിയാകുന്നതാണ്, അല്ലെങ്കിൽ വഴി തുറക്കുന്നതാണ്. അതിന് സഹായവുമായി പല ആളുകളും എത്തിച്ചേരുന്നതുമാണ്. കാരണം നല്ല സമയമാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ തടസ്സങ്ങളൊക്കെ മാറ്റിത്തരുന്നതായിരിക്കും ലക്ഷ്മി ദേവി. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശോഭനമായ ഒരു ഭാവി, ബിസിനസ് വിപുലീകരണം ഒക്കെയും നാളെ മുതലുള്ള സമയം തെളിയുന്നുണ്ട്.
വിവാഹിതരായ ആളുകൾക്ക് വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിവാഹിതരായി നിൽക്കുന്ന ആളുകളാണെങ്കിലും ദാമ്പത്യം ശോഭനമാവുന്ന ഒരു സമയം കൂടി നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. ഉത്തമനായ ഇണയെ ലഭിക്കാനുള്ള ഭാഗ്യവും വിവാഹത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ ആ പ്രശ്നങ്ങൾ ഒഴിഞ്ഞുള്ള ഒരു ജീവിതവുമാണ് ഇവിടെ തെളിയുന്നത്. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ ആനന്ദകരമായ നിമിഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. മഹാലക്ഷ്മി രാജയോഗം നിമിത്തം വളരെയധികം ഭാഗ്യം നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ സ്മരിക്കുക. നാളത്തെ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവർ അങ്ങനെ കൂടി ചെയ്യാനും മറക്കേണ്ട. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കും നാളെ മുതൽ മഹാലക്ഷ്മി രാജയോഗം തുടങ്ങുകയാണ്. സ്വന്തമായി ഒരു ഭവനം എന്ന ഒരുപാട് നാളത്തെ സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കാനുള്ള സമയം നാളെ മുതലായി വരികയാണ്. പുത്തൻ വീട് പണിയാനും വീട്ടിലേക്ക് ആഡംബരപൂർണമായ വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യം കൂടി മഹാലക്ഷ്മി ദേവി കനിഞ്ഞ് നൽകുന്നുണ്ട്. നിങ്ങളും മഹാലക്ഷ്മി സ്തുതികളൊക്കെ ജപിക്കുക. മനസ്സിലെങ്കിലും മഹാലക്ഷ്മി ദേവിയെ സ്മരിക്കാൻ മറക്കേണ്ട. ദിനവും അങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ സാമ്പത്തികമായി നിലനിൽക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ജോലികളൊക്കെ കൃത്യമായി ചെയ്തു തീർക്കാനൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന എല്ലാവിധ മനുഷ്യർ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളാണെങ്കിലും കൂടെ ജോലി ചെയ്യുന്നവരുള്ള പ്രതിസന്ധികളാണെങ്കിലും മേലുദ്യോഗസ്ഥർ നിമിത്തമുള്ള പ്രതിസന്ധികളാണെങ്കിലും ഒക്കെ മാറുന്നതാണ്. ശിവക്ഷേത്ര ദർശനം കൂടി നടത്തി ഭഗവാനോട് നിങ്ങളുടെ മനസ്സിൻ്റെതായ വിഷമങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജലധാരയൊക്കെ ഒന്ന് വഴിപാടായി സമർപ്പിച്ച് നോക്കൂ. ജോലിയിൽ ഒരു കയറ്റം ഉണ്ടാകുന്നതിനും പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ, ശമ്പള വർധനവ് ഇതൊക്കെ ഉണ്ടാകുന്നതിനും ആരും ശത്രുക്കളില്ലാതെ മാറുന്നതിനും, അതായത് ആരും ശത്രുതാഭാവത്തോടു കൂടി നിങ്ങളിലേക്ക് അടുക്കാതിരിക്കാനും ഈ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ സാധിക്കുന്നതാണ്. എപ്പോഴും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ തന്നെ പകുതി പ്രശ്നങ്ങളും മാറി ശുഭമാകുന്നതാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഉയർച്ചയുടെ സമയമൊക്കെ നാളെ മുതൽ തുടങ്ങുകയാണ്. ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നവരാണെങ്കിൽ അതിൽ നിന്നും നേട്ടം കൊയ്യാനായി സാധിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും ബിസിനസ് ഒന്ന് വിപുലീകരണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വളരെ ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെ നാളെ ജൂൺ 9 മുതൽ ആരംഭിക്കുകയാണ്. മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്കും നേട്ടങ്ങൾ ഒരുപാട് ലഭിക്കുകയാണ്. സമ്മാനങ്ങളൊക്കെ ലഭിക്കാൻ തുടങ്ങുന്ന സമയം കൂടി നാളെ മുതൽ മഹാലക്ഷ്മി രാജയോഗത്താൽ ഉണ്ടാകുന്നുണ്ട്. മഹാലക്ഷ്മി ദേവിയെ സ്മരിക്കുക, ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. തർക്കങ്ങളൊക്കെ നിറഞ്ഞൊരു ജീവിത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കുടുംബത്തിന് പുറത്തും എവിടെ ചെന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ ചെറുതായി പറഞ്ഞു വരുന്നത് അത് വലിയ വാക്കുകൾ സംസാരങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ബുദ്ധിമുട്ട് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ മാറുന്ന സമയമാണ്. ജോലി സംബന്ധമായി മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ രമ്യതയിലേക്ക് എത്തിച്ചേരാനുള്ള സമയം കൂടിയാകുന്നുണ്ട്. വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. വിദേശയാത്രാ യോഗം നാളെ മുതലുള്ള സമയം പൂർണ്ണമാകാൻ പോവുകയാണ്. അതിൻ്റെ ഫലമായി എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ട്. അത് അല്പം നീണ്ടുപോകും എന്ന് പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ പോലും വേഗത്തിൽ നടക്കാനുള്ള ഒരു ഭാഗ്യം കൂടി മഹാലക്ഷ്മി ദേവി കനിഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഏറെ നാളായി വിവാഹബന്ധത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിവാഹം നോക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിലും പ്രണയിക്കുന്നവരുടെ ഇടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഏതിനും പരിഹാരം നാളെ മുതൽ ലഭിക്കുന്നതാണ്. കുടുംബത്തിലൊരു സമാധാനം, ശാന്തത ഒക്കെ നാളെ മുതലുള്ള സമയം കൈവരിക്കുന്നതായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതാണ്. മറ്റേത് കുടുംബത്തിലിരിക്കാൻ തോന്നുന്നില്ല, പലവിധ പ്രശ്നങ്ങൾ, ഇറങ്ങി അങ്ങ് വെളിയിലോട്ട് പോയാൽ മതി എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ പതിയെ അത് നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് തന്നെ സ്വയം ഫീലാവുന്നതാണ്. കാരണം എന്തെന്നാൽ ഒരു നെഗറ്റീവ് ഊർജ്ജം ബാധിച്ചിരുന്നു ഗൃഹത്തിൽ. ആ ഊർജ്ജം പുറന്തള്ളി അവിടെ പോസിറ്റീവ് എനർജി, അതായത് മഹാലക്ഷ്മി ദേവിയുടെ ഒരു കൃപ എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നോട്ടം എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദൃഷ്ടി എത്തിക്കഴിയുമ്പോൾ തന്നെ ആ ഗൃഹത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയും നമ്മളെ അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ച് ആ ഘടകം പുറത്തു പോവുകയും നമ്മൾക്ക് ആ ഗൃഹത്തിൽ സന്തോഷത്തോടിരിക്കാനുള്ള മാറ്റങ്ങൾ അവിടേക്ക് ലക്ഷ്മി ദേവി തന്നെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സമയമാണ് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത്. നേട്ടത്തിൻ്റെ സമയമാണ്. കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശോഭനമായൊരു ഭാവി 10 പേർ അറിയുന്ന നിലയിലേക്കൊക്കെ ഉയരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയം. കഴിവുകൾ പ്രകടിപ്പിക്കാൻ, തൻ്റെ കഴിവുകളാൽ ഒരു നിലയിലേക്ക് എത്താൻ, ഉയർച്ചയിലേക്ക് എത്താൻ, കീർത്തിയിലേക്കൊക്കെ എത്താൻ കഴിയുകയും ചെയ്യുന്ന സമയം മഹാലക്ഷ്മി ദേവി കനിഞ്ഞ് അരുളുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന വേണം. മഹാലക്ഷ്മി സ്തുതികൾ ജപിക്കുക. സന്ധ്യാവേളകളിൽ രാവിലെയൊക്കെ ആണെങ്കിലും ഒന്ന് മഹാലക്ഷ്മി ദേവിയെ സ്മരിക്കുക. ജോലിക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏത് കാര്യം, ഒരു വാഹനം ഓടിക്കാൻ തുടങ്ങുമ്പോഴും ആണെങ്കിലും അതിനു മുന്നേ നമ്മുടെ ഇഷ്ടദേവനെയും ദേവിയൊക്കെ ഒന്ന് ആരാധിച്ചൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. വളരെ നല്ലൊരു സമയം നാളെ മുതൽ 9 നക്ഷത്രക്കാർക്കും ആരംഭിക്കുകയാണ്.